പശ്ചിമേഷ്യയിലെ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു മാസമാകാൻ പോന്നു തുടങ്ങിയിട്ട്. ചർച്ചയുടെ ഇടയിലാണ് യഥാർത്ഥത്തിൽ ഒരാവശ്യമില്ലാതെ രണ്ട് ആക്രമണങ്ങൾ നടത്തിയത്. ഒന്ന് 2025 ജൂണിലും ഇറാനെ ആക്രമിച്ചു. അത് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് കയറി ആക്രമിച്ചത്. അതേപോലാണ് രണ്ടാമത് ഇപ്പോൾ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒമാൻ്റെ മധ്യസ്ഥതയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഇറാനിലെ ആക്രമണം നടത്തിയത്. മാത്രമല്ല ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും നിഷ്ഠൂരം വധിച്ചതും അതാണ്. ഒരു രാജ്യത്തിൻ്റെ മേധാവിയെ വധിക്കുകയാണ്. അതും ഡയലോഗ് ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞത് ചർച്ചയ്ക്കൊന്നും ഞങ്ങളില്ല. നേരത്തെ അവർ പറഞ്ഞായിരുന്നല്ലോ, യുദ്ധം തുടങ്ങാൻ നിങ്ങൾക്ക് പറ്റും, എപ്പോൾ വേണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് തുടങ്ങാമല്ലോ, പക്ഷേ തീർക്കുന്നത് ഞങ്ങൾ ആലോചിക്കും, അത് ഞങ്ങളായിരിക്കും തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനെ ഇറാൻ പല ഭാഗത്തുകളിലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ താവളങ്ങൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഇറാൻ ആക്രമിക്കുന്നുണ്ട്. കാരണം അമേരിക്കയെ പോയി ആക്രമിക്കാനുള്ള ഒരു ശേഷി അവർക്കില്ല. അവരെ മോശമായിട്ടുള്ള രീതിയൊന്നുമല്ല, വളരെ ഒരു യഥാർത്ഥത്തിൽ വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഈ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇസ്രായേലിൽ ഇപ്പം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ടെല്ലവീവിലെയൊക്കെ നമ്മൾ അതിൻ്റെ പടങ്ങൾ മുഴുവൻ കാണുന്നുണ്ട്, വരുന്നുണ്ട്. അതൊന്നും ശരിയല്ല എന്ന് പറയാൻ ഒക്കത്തില്ല, കാരണം എല്ലാ ചാനലുകളും കാണിച്ചിട്ടുള്ളതാണ്. അതായത് തകർന്ന് കിടക്കുന്ന കെട്ടിടങ്ങൾ. അപ്പോൾ ഇസ്രായേലിലൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇറാൻ അവിടെ നിരപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ ഇറാൻ്റെ തലസ്ഥാനം ടെഹ്റാൻ, അവിടെ മുഴുവൻ അടിച്ച് നിരപ്പാക്കി ഇസ്രായേൽ ചെയ്തിട്ടുണ്ട്, അമേരിക്കൻ സപ്പോർട്ടോടുകൂടി അത് മുഴുവനായിട്ടുണ്ട്. പക്ഷേ അവരുടെ ആയുധ സംഭരണ ശേഷിയൊന്നും തൊടാനുള്ള കഴിവില്ല ഇവർക്ക്. കാരണം അത് ആ രീതിയിലാണ്, അത്രയും ഭൂമിക്കടിയിൽ അത്രത്തോളം താഴ്ചയിലാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നഗരങ്ങൾ പോലെ ക്രിയേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അവിടെ ഒന്നും തൊടാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പാചകവാതകത്തിൻ്റെയും പെട്രോൾ ഡീസൽ ഇവയുടെയും വില കൂടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിക്കും. അപ്പോൾ ഈ ഹോട്ടലുകൾ പലതും പൂട്ടിപ്പോയി. ഇവിടെ ഗ്യാസിന് ക്ഷാമമില്ല എന്നൊക്കെ പറയുന്നു, പക്ഷേ ഈ കൊമേഴ്സ്യൽ സിലിണ്ടർ അത് കിട്ടാനില്ല, അത് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ വലിയ പ്രശ്നമാണ്. ഹോട്ടലുകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാചകവാതകം പോലും ബുക്ക് ചെയ്യുന്നതിന് ചില നിബന്ധനകളൊക്കെ ഏർപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ അതായത് ഈ ട്രംപിൻ്റെ പ്രസ്താവന ആദ്യം 5 ദിവസത്തേക്ക് യുദ്ധം നിർത്തി വെക്കാൻ പോവുക, ഇനി ഒരു 10 ദിവസത്തേക്ക് നിർത്തി വെക്കാൻ പോവുക. എന്തിനാണെന്നറിയാം ഈ നിർത്തി വെക്കാൻ പോകുന്നു പറയുന്നത്? ഇസ്രായേലിന് സമയം കൊടുക്കുകയാണ് ഈ ബാക്കിയുള്ള ആളുകളെയും കൂടെ വധിക്കാനും അതിനും ഇതിനുമൊക്കെ വേണ്ടി. അതാണ് ഏകപക്ഷീയമായ ആക്രമണം നടക്കാനാണ്. അതുകൊണ്ടാണ് ഇറാൻ അത് മുഖവിലയ്ക്ക് പോലും എടുക്കാത്തത്. ഇങ്ങനെ ചർച്ച പോലും ഇല്ല. ചർച്ച കൊഴുക്കുക എന്നാണ് പറഞ്ഞത്. എന്തോ ചർച്ച? ആരാ ചർച്ച നടത്തുന്നത്? പാകിസ്ഥാൻ കയറി ഒന്ന് ഇടപെടാൻ ഒരു ശ്രമം നടത്തി. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ഒരു പറ്റിയ ഒരു കാലാവസ്ഥയായിട്ട് അങ്ങ് തോന്നി, ഏതാണ്ടൊക്കെ കാട്ടിക്കൂട്ടാം എന്ന് വിചാരിച്ചു. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല, ഒന്നുമല്ല. പാകിസ്ഥാൻ ഒരു സേയും ഇല്ല ഇതിനകത്തൊന്നും, ഒരു കാര്യവുമില്ല. അസീം മുനീറുമായിട്ടുള്ള ബന്ധം ഈ ട്രംപിനുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ വേറെ യാതൊരു കാര്യവുമില്ല. അപ്പം ഇതിൻ്റെയൊക്കെ വില കൂടും, അല്ലെങ്കിൽ ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും എന്നൊരു ധാരണ അതങ്ങ് പടർന്നിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ, പെട്രോളിനും ഡീസലിനും ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് വളരെ നല്ലൊരു കാര്യം, ബുദ്ധിപരമാണെന്ന് നമുക്ക് പറയാം. അത് കമ്പനികളെ തന്നെ സഹായിക്കാനേ ഉതവുന്നുള്ളൂ, ജനങ്ങളിലേക്ക് അത് എത്തുന്നില്ല. എന്നാലും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂട്ടാനൊരു ശ്രമം അങ്ങ് നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയാര എന്ന് പറഞ്ഞതാണ്ട റിലയൻസിൻ്റെ കമ്പനി ഉണ്ടല്ലോ, അവർ ഇന്നലെ തന്നെ 3 രൂപ അങ്ങ് കൂട്ടി ശരിയാക്കി. അപ്പോൾ ഇത് എല്ലാവരെയും ബാധിക്കുന്നല്ലേ. ഇത് കണ്ടുകൊണ്ട് മറ്റ് കമ്പനികൾ എല്ലാം ഇതേ പണി നടത്തും എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ അധിക എക്സൈസ് തീരുവ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തിയിരുന്നത് പെട്രോളിൻ്റെത് 13 രൂപ എന്നത് 3 കുറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപ കുറച്ച് കൊടുത്തു. അപ്പോൾ കമ്പനിക്ക് ഈ എക്സൈസ് തീരുവ അടയ്ക്കുമ്പോൾ ഇനി 1 ലിറ്ററിന് 10 രൂപ കുറച്ചടച്ചാൽ മതി പെട്രോളിൻ്റെത്. ഡീസലിൻ്റെത് പൂർണ്ണമായിട്ട് എടുത്ത് കളഞ്ഞു.
അപ്പോൾ അത് യഥാർത്ഥത്തിൽ കമ്പനികൾക്കാണ് സഹായമാവുന്നെങ്കിലും അൾട്ടിമേറ്റ്ലി അത് ജനങ്ങൾക്ക് സഹായകരമായിട്ട് മാറും. എങ്ങനെ? പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ചില്ലറ വിൽപ്പനയിൽ വില കൂടാൻ ബുദ്ധിമുട്ടാണ് ഇനി. കാരണം ഇത്രയും കുറച്ച് അവർക്ക് കൊടുത്തേക്കല്ലേ. അപ്പോൾ ഇത് കൂട്ടണ്ടായിട്ട് വരികയല്ല. പെട്രോളിന് 10 രൂപ 10 രൂപയാണ് ഒരൊറ്റ ലിറ്ററിന് എക്സൈസ് തീരുവ കുറച്ച് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഡീസലിൻ്റെത് കംപ്ലീറ്റ് എടുത്ത് മാറ്റി. അപ്പോൾ അത് നല്ല കമ്പനികൾക്ക് വളരെ വലിയ ആശ്വാസമാണ്. പെട്രോളിയം കമ്പനികൾക്ക് വലിയ ആശ്വാസമാണ്. ഇനി അതുകൊണ്ട് ചില്ലറ വിൽപ്പനയിലെ വില ഇവർക്ക് വർദ്ധിപ്പിക്കാൻ ഇനി ബുദ്ധിമുട്ടാണ്. കാരണം വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും രൂപ, ഇപ്പോൾ റിലയൻസ് തന്നെ ഇന്നലെ 3 രൂപ കൂട്ടി പെട്രോളിന്. അപ്പോൾ ഈ 3 രൂപ കൂട്ടിയപ്പോൾ എത്രയാണെന്നറിയാം അവർക്ക് ലാഭം? 10 രൂപ ഇപ്പോൾ അങ്ങോട്ട് കൊടുത്തു. അതായത് 13 രൂപ അവർക്ക് ഒരു ലിറ്ററിന് വീണ്ടും ലാഭമാണ് വരുന്നത്. എക്സൈസ് തീരുവ എന്നുള്ള 10 രൂപ കുറച്ച് കൊടുത്തതും പിന്നെ ഈ 3 രൂപ കൂട്ടിയതും കൂടെ 13 രൂപ. ഇതൊക്കെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. റിലയൻസ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പറയാൻ പറ്റും ഇതൊക്കെ? ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജനങ്ങളെ പിഴിയാനുള്ളൊരു മാർഗമാണ്. പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ വില കൂടുകയാണെന്നുണ്ടാൽ വന്നു കഴിഞ്ഞാൽ എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിക്കും. ബുദ്ധിമുട്ടാണ്. അത് ജനങ്ങളെ ഇത് അൾട്ടിമേറ്റ്ലി ജനങ്ങളിലെ ഉള്ള ബുദ്ധിമുട്ടായിട്ട് മാറരുത്. ആ രീതിയിലാകണം. അതിന് കേന്ദ്ര ഗവൺമെൻറ് എടുത്ത ഈ തീരുമാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ സ്വാഗതാർഹമായൊരു തീരുമാനമാണ്. ഇതുമൂലം പെട്ടെന്ന് കമ്പനികൾക്ക് ഇനി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂട്ടാൻ പറ്റുന്നില്ല. ആ രീതിയിലാകും. ഏതായാലും ഇതുപോലുള്ള തീരുമാനങ്ങളാണ് നമുക്ക് വേണ്ടത്. കാരണം യുദ്ധം അങ്ങ് പോവുക. യുദ്ധം തുടർന്ന് പോയാലേ, ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഗൾഫിലെ വലിയൊരു വ്യവസായിയായിട്ട് ഞാൻ സംസാരിക്കാനിടയായി. അപ്പോൾ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? അങ്ങനെ അങ്ങോട്ട് പോകുന്നതേയില്ല. കാരണം ഇവിടെ ഈ ഫോൺ വിളിക്കുമ്പോഴെല്ലാം ബഹ്റിനിൽ നിന്നൊക്കെ കേൾക്കുന്നത് എന്താണെന്നറിയോ? സൈറൻ്റെ ശബ്ദമാണ്. മിസൈലിനെ ഉള്ള സൈറൺ എല്ലാ മൊബൈലുകളിലും ഇതിലും നമുക്ക് സൈറൺ കൊടുത്തിട്ടുണ്ട്. അത് കേൾപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ സ്വസ്ഥതയില്ല ഒന്നാമത് താമസിക്കാൻ. പിന്നെ ബിസിനസ് മുഴുവൻ തകർന്നു അവിടെ. ഇപ്പോൾ ദുബായിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ബിസിനസ് ഹബ്ബാണ് ദുബായ് എന്ന് പറയുന്നത്. അവിടുത്തെ വ്യാപാരങ്ങൾ മുഴുവൻ തകർന്നു. കാരണം ആളുകൾ ഇങ്ങനെയുള്ള ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ പോകുന്നില്ല. മാളുകളിലും ഒന്നും ആളില്ല. ഏതാണ്ട് 40% കച്ചവടം കുറഞ്ഞേക്കാണ്. കുറഞ്ഞ മാത്രമോ, അന്യസംസ്ഥാന തൊഴിലാളികളും മറ്റ് അന്യദേശ തൊഴിലാളികൾ ഒരുപാട് പേര് അവർ ജോലി നിർത്തി പോവുകയാണ്. ഇങ്ങനെ വരുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. ഈ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുക ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിനെയാണ്. ഏതെങ്കിലും ഒരു ഇന്ത്യയെ മാത്രമല്ല, ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇന്ത്യയാണ്. കാരണം നമുക്ക് അത്രത്തോളം പ്രവാസികളുണ്ട് ഇവിടുന്ന്. പക്ഷേ അത് കഴിഞ്ഞാൽ, അത് നോക്കിയാൽ അതിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിനെയാണ്. കാരണം കേരളത്തിൻ്റെ ഈ സമ്പദ് വ്യവസ്ഥ മുഴുവൻ നിലനിൽക്കുന്നത് മുഴുവൻ ഗൾഫിൽ നിന്നുള്ള പണമാണ്. അതങ്ങ് നിലയ്ക്കും. ഇപ്പോൾ ഇനി വേറെ കാര്യമുണ്ട്, ശമ്പളം കൊടുക്കണ്ടേ? അവിടെ ആർക്കും ശമ്പളം കിട്ടാതാവും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇവർ നാട്ടിലേക്ക് മടങ്ങാൻ ബാധ്യസ്ഥരായിട്ട് വരും. എന്തു ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇവരൊക്കെ കൂടെ മടങ്ങി വന്നാൽ? അതുകൊണ്ട് ഈ യുദ്ധം തീരേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ ആവശ്യമാണ്. ഒരു മാനസിക രോഗം ബാധിച്ചതുപോലുള്ള ഒരാളുടെ പ്രസ്താവനകൾ മൂലം ലോകത്തുണ്ടായേക്കുന്ന ഈ കെടുതി എങ്ങനെയെങ്കിലും തീരണം. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ഇപ്പോൾ അയാൾ തുടങ്ങി റെഡിയാക്കി വെച്ചു. ഇനി അത് നിർത്താൻ അയാൾക്ക് പറ്റുന്നതല്ല. അയാൾ വിചാരിച്ചാൽ നിർത്താൻ ഒക്കത്തില്ല ഈ യുദ്ധം. അയാൾ ആക്രമിച്ചില്ലെങ്കിൽ അയാൾ ആക്രമിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അവിടെ രസം എന്താ അറിയാം? 100 കോടി രൂപയാണ് യഥാർത്ഥത്തിൽ 100 കോടി ഡോളറാണ് പ്രതിദിനം അമേരിക്ക ഈ യുദ്ധത്തിന് ചെലവാകുന്നത്. ഒരു ദിവസം 100 കോടി ഡോളർ. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. ആ 100 കോടി ഡോളറാണ് ചിലവാകുന്നത്. അതായത് അത് നമ്മുടെ ഇന്ത്യൻ രൂപ നോക്കിക്കഴിഞ്ഞാൽ എത്ര രൂപ വരും? അത് ഇൻറ്റു 93. ഒന്ന് നോക്കിക്കോളൂ. 100 കോടി. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല. ആ രീതിയിലുള്ള ഡെയിലി എക്സ്പെൻസാണ് ഉണ്ടാകുന്നത്. അതാണ് ഈ അമേരിക്കൻ കോൺഗ്രസിനോട് 200 ബില്യൺ ഡോളറും കൂടെ ട്രംപ് ചോദിച്ചേക്കുന്നത്. 200 കോടി 20 ബില്യൺ സംതിങ് ലൈക്ക് ദാറ്റ്. അതങ്ങനെയാണ്ട് ചോദിച്ചേക്കുന്നത്. പണം അധികമായിട്ട് യുദ്ധത്തിന് ചിലവാക്കാനായിട്ട് ചോദിച്ചു. അത് ഡിനേ ചെയ്യപ്പെട്ടു. മാത്രമല്ല അവിടെ വലിയ പ്രശ്നമുണ്ട്.
ഇടക്കാല ഇലക്ഷൻ ഉണ്ട്. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രംപിനെ പുറത്താക്കാനൊന്നും പറ്റത്തില്ല, പക്ഷേ അയാളുടെ ഭരണം എന്താണെന്ന് വെച്ചാൽ വിലയിരുത്താൻ പറ്റും. അതിനുവേണ്ടി ഒരു ഉള്ള ഇലക്ഷന് നടക്കാൻ പോവുകയാണ്. ബുദ്ധിമുട്ടാണ്. അത് നവംബറിലോ മറ്റുമാണ് നടക്കുന്നത്. പിന്നെ ഇതിനിടയിൽ ഈ നേതന്യാഹു കൊല്ലപ്പെട്ടെന്ന് ഉള്ള വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട്. അത് ഈ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നേതന്യാഹുവിനെ നേരത്തെ കാണുന്ന രൂപത്തിലല്ല നമ്മളിപ്പോൾ കാണുന്നത്. അത് AI നിർമ്മിതിയാണ് എന്ന് പറയപ്പെടുന്നു. അറിയാൻ പറ്റുന്നില്ല. എന്തായാലും ഒരു കാര്യമുണ്ടായി. നേതന്യാഹു അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. അവിടെ എന്തായാലും അവിടെ ഇല്ല, ആ രാജ്യത്തില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ അവിടെ ഒരു താൽക്കാലിക പ്രധാനമന്ത്രിയാക്കി. അതിൻ്റെ കാരണം എന്താ? ഒരു പ്രധാനമന്ത്രി ജീവിച്ചിരിക്കുമ്പോഴും ഒരു കുഴപ്പമില്ലാതെ നടക്കുമ്പോഴും വേറെ താൽക്കാലിക പ്രധാനമന്ത്രി വരുമോ? അങ്ങനെ വരുന്നുണ്ട് പ്രശ്നം. അതുകൊണ്ട് നേതന്യാഹു ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, അത് ഈ ഉണ്ടെങ്കിൽ അവിടെ എന്തിന് താൽക്കാലിക പ്രധാനമന്ത്രി നോക്കണം. പക്ഷേ ഇതെങ്ങനെയെങ്കിലും ഇത് തീർന്നാലേ പറ്റൂ യുദ്ധം. തീർന്നില്ലെങ്കിൽ നമ്മൾക്കാണ് ഏറ്റവും വലിയ ദോഷം ഉണ്ടാകുന്നത്, മലയാളികൾക്കാണ്. അത് മനസ്സിലാക്കുക.